എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസ്വേരോസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തന്റെ 3-ാം ഭരണവർഷം തന്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേദിയയിലെയും സേനാധിപന്മാർക്കും പ്രവിശ്യകളിലെ പ്രഭുക്കന്മാർക്കും നാടിവാഴികൾക്കും ഒരു വിരുന്ന് നൽകി. 180 ദിവസം അവൻ തന്റെ രാജകീയ മഹത്വത്തിന്റെ സമൃദ്ധിയും തന്റെ പ്രതാപൈശ്വര്യങ്ങളുടെ ആഡംബരപൂർണതയും അവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചു. അത് കഴിഞ്ഞ് തലസ്ഥാനമായ സൂസായിൽ ഉണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാനാങ്കണത്തിൽ വെച്ച് 7 ദിവസം നീണ്ടുനിന്ന വിരുന്ന് നൽകി. അവിടെ മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളി വളയങ്ങളിൽ ചെമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തി തുണി കൊണ്ടുള്ള വെളുപ്പും നീലയുമായ യവനികകൾ തൂക്കിയിട്ടിരുന്നു. അമൃതശില, വെണ്ണക്കല്ല്, മുത്തുച്ചിപ്പി, രത്നക്കല്ലുകൾ ഇവ പടുത്ത് വർണ്ണശബളമാക്കിയ തളത്തിൽ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു. വിവിധ തരം പൊൻചഷകങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത്. രാജകീയ വീഞ്ഞും രാജാവിന്റെ ഔദാര്യം അനുസരിച്ച് നിർലോഭം വിളമ്പി. കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു, എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല. ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കണമെന്ന് സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു. അഹസ്വേരോസ് രാജാവിന്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വാഷ്തി രാജ്ഞിയും ഒരു വിരുന്ന് നൽകി. 7-ാം ദിവസം രാജാവിന്റെ ഹൃദയം വീഞ്ഞു കുടിച്ച് സന്തുഷ്ടമായപ്പോൾ വാഷ്തി രാജ്ഞിയുടെ സൗന്ദര്യവും ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളെ രാജകീയ കിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കാൻ അഹസ്വേരോസ് രാജാവ് കൊട്ടാരത്തിലെ സേവകന്മാരായ മെഹുമാൻ, ബിസ്ത, ഹർബോണ, ബിഗ്ത, അബാഗ്ധ, സേതാർ, കാർക്കസ് എന്നീ 7 ഷണ്ഡന്മാരോട് കൽപ്പിച്ചു. രാജ്ഞി കാഴ്ചയ്ക്ക് വളരെ അഴകുള്ളവളായിരുന്നു. ഷണ്ഡന്മാർ അറിയിച്ച രാജകൽപ്പന അനുസരിച്ച് വരുന്നതിന് വാഷ്തി രാജ്ഞി വിസമ്മതിച്ചു. തന്മൂലം രാജാവ് കോപിച്ചു. കോപം ഉള്ളിൽ ആളിക്കത്തി. നിയമത്തിനും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് ആലോചന ചോദിക്കുക രാജാവിന് പതിവായിരുന്നു. തന്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പേർഷ്യയിലെയും മേദിയയിലെയും പ്രഭുക്കന്മാരായ കർഷേന, ഷെത്താർ, അദ്മാദ, താർഷീഷ്, മേരസ്, മർസേന, മെമുക്കാൻ എന്നീ ജ്ഞാനികളും പ്രമുഖന്മാരുമായ 7 പേരോട് രാജാവ് ആജ്ഞാപിച്ചു. നിയമം അനുസരിച്ച് വാഷ്തി രാജ്ഞിയോട് എന്താണ് ചെയ്യേണ്ടത്? അഹസ്വേരോസ് രാജാവ് ഷണ്ഡന്മാർ മുഖേന അറിയിച്ച കൽപ്പന അവൾ അനുസരിച്ചില്ല. അപ്പോൾ മെമുക്കാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടുമായി പറഞ്ഞു, രാജാവിനോട് മാത്രമല്ല പ്രഭുക്കന്മാരോടും അഹസ്വേരോസ് രാജാവിന്റെ എല്ലാ പ്രവിശ്യകളിലും നിന്നുള്ള സകല ജനങ്ങളോടുമാണ് വാഷ്തി രാജ്ഞി തെറ്റ് ചെയ്തിരിക്കുന്നത്. രാജ്ഞിയുടെ ഈ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോടെ വീക്ഷിക്കുന്നത് ഇടയാക്കുകയും ചെയ്യും. അവർ പറയും, തന്റെ മുൻപിൽ വരാൻ അഹസ്വേരോസ് രാജാവ് വാഷ്തി രാജ്ഞിയോട് ആജ്ഞാപിച്ചു, അവൾ ചെന്നില്ല. രാജ്ഞിയുടെ പെരുമാറ്റത്തെപ്പറ്റി കേട്ട പേർഷ്യയിലെങ്ങും മേദിയയിലെയും വനിതകൾ അതിനെപ്പറ്റി ഇന്ന് തന്നെ രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും പറയും. അങ്ങനെ എങ്ങും വലിയ അവജ്ഞയും അമർഷവും ഉണ്ടാകും. രാജാവിന് ഹിതമെങ്കിൽ വാഷ്തി ഇനി ഒരിക്കലും അഹസ്വേരോസ് രാജാവിന്റെ മുൻപിൽ വരരുതെന്ന് ഒരു രാജശാസനം പുറപ്പെടുവിച്ച് അതിന് മാറ്റം വരാതിരിക്കത്തക്ക വിധം അത് പേർഷ്യക്കാരുടെയും മേദിയക്കാരുടെയും നിയമങ്ങളിൽ എഴുതട്ടെ. രാജ്ഞി പദം അവളേക്കാൾ ശ്രേഷ്ഠമായ ഒരുവൾക്ക് രാജാവ് നൽകുകയും ചെയ്യട്ടെ. അപ്രകാരം രാജകൽപ്പന വിസ്തൃതമായ രാജ്യത്തെങ്ങും വിളംബരം ചെയ്യുമ്പോൾ സകല സ്ത്രീകളും വലിയവരും ചെറിയവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഈ ഉപദേശം രാജാവിനും പ്രഭുക്കന്മാർക്കും ഇഷ്ടപ്പെട്ടു. മെമുക്കാൻ നിർദ്ദേശിച്ചതുപോലെ രാജാവ് ചെയ്തു. പുരുഷന്മാർ വീടുകളിൽ നാഥന്മാരായിരിക്കണമെന്ന് രാജാവ് തന്റെ സകല പ്രവിശ്യകളിലേക്കും എഴുത്തുകൾ അയച്ചു. ഓരോ പ്രവിശ്യയ്ക്കും അതിന്റെ ലിപിയും ഓരോ ജനതയ്ക്കും അതിന്റെ ഭാഷയിലും ആണ് എഴുതിയത്.